എൻ്റെ പേര് വർഷ. പ്രാവശ്യത്തെ നീറ്റ് സ്കോർ 676. ഞാനിവിടെ ഫസ്റ്റ് വന്നത് ക്രാഷിനാണ്. എൻ്റെ ഒരു സാറ് പറഞ്ഞിട്ട് ഇവിടെ വന്നു. ക്ലാസ്സൊക്കെ കേട്ടപ്പോൾ ഇഷ്ടമായി. പക്ഷേ ഹോസ്റ്റൽ അങ്ങനെ എനിക്ക് കഴിയണില്ല. എല്ലാവരെയും കണ്ടിട്ട് പേടിയാവുക. റിപ്പീറ്റേഴ്സിനൊക്കെ കാണുമ്പോൾ എവിടെ നോക്കിയാലും എല്ലാവരും ഓടുക. അപ്പോൾ എനിക്കും ടെൻഷനാവും. എന്താ ചെയ്യേണ്ട അറിയില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോയി. ഞാൻ ഇവിടുന്ന് കരഞ്ഞിട്ടാണ് പോയത്. വീട്ടിൽ പോകണം, ബ്രഷ് ഉണ്ടാക്കി പോയി. പക്ഷേ അന്ന് എന്നോട് എൻ്റെ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യണ്ട, കണക്ക് പറ്റണില്ലെങ്കിൽ നിർത്തിക്കോ. പക്ഷേ അന്നെന്തോ ഇറങ്ങിയപ്പോൾ ഭയങ്കര റിഗ്രറ്റായി. അവിടെ തന്നെ നീറ്റൊന്നും കിട്ടില്ലെങ്കിലും ഒന്നവിടെ നിൽക്കുകയെന്ന് തോന്നി. പിന്നെ ഞാൻ തീരുമാനിച്ചു റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ക്രാഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എഴുതിയപ്പോൾ 342. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നു. ഇവിടുത്തെ ക്ലാസ്സസും എൻവയോൺമെൻറ്റും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഫസ്റ്റ് ടൈമിൽ എൻ്റെ ഹോസ്റ്റൽ ഗ്രാൻഡ് ഹോസ്റ്റലായിരുന്നു. പിന്നെ റിപ്പീറ്റിൻ്റെ ടൈമിൽ പീസ് ഹോസ്റ്റൽ. എൻ്റെ റൂംമേറ്റ്സ് കുറേ പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങളെ ടീം വർക്ക് തന്നെയാണ് ഞങ്ങളിവിടെ എത്തിച്ചത്. ഞങ്ങൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ. പിന്നെ സാറുമാർ ക്ലാസ്സസ് ആയാലും ഞാനൊന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല. എല്ലാ ക്ലാസ്സസൊക്കെ അത്ര ഇഷ്ടമായിട്ടാണ് ആയിരുന്നത്. പിന്നെ ലൈബ്രറി, ഞാൻ റിപ്പീറ്റിൻ്റെ ടൈമിൽ ബയോളജി അത്ര ഇഷ്ടപ്പെട്ട് പഠിച്ചു. ഫിസിക്സ് പേടിച്ച് പഠിച്ചു. അപ്പോൾ കെമിസ്ട്രി അതിൻ്റെ ഇടയിൽ എവിടെയോ കുറച്ച് മിസ്സായിപ്പോയി. എനിക്കറിയായിരുന്നു കെമിസ്ട്രിയിൽ ഞാൻ അത്ര സ്ട്രോങ് അല്ല. എനിക്ക് ഓർഗാനിക്കും ഞാൻ ഷാദിയ മിസ്സിൻ്റെ അടുത്തൊക്കെ ഇടയ്ക്ക് പോയിട്ടുണ്ട്. ഓർഗാനിക് കഴിയണില്ല പറഞ്ഞിട്ട്. ഞാൻ ലൈബ്രറിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഓർഗാനിക് പഠിക്കാൻ ഞാൻ കുറേ ദിവസം ലൈബ്രറിയിൽ വന്നിട്ട് ഓർഗാനിക് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, കുറേ ബുക്സ് എടുത്തിട്ട്. അപ്പോൾ MTGക്ക് ഓർഗാനിക് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ലൈബ്രറിയിൽ വരും, വേറെ ബുക്സ് എടുക്കും, NCERT കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യും. അങ്ങനെ പതിയെ കെമിസ്ട്രി ഞാൻ വീക്കായത് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് എൻ്റെ ഒപ്പം തന്നെ ബയോളജിയും ഫിസിക്സും പഠിച്ചു. ഫിസിക്സിലാണ് അത്ര സ്ട്രോങ് ഒന്നല്ല, എന്നാലും ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ ചെയ്ത് അത് MTG കുറേ ക്വസ്റ്റ്യൻസ്. MTG ഇപ്പോൾ ഇപ്രാവശ്യം തന്നെ എത്രയോ 2-3 ടൈംസ് ഞാൻ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഞങ്ങൾക്ക് നവംബറിൽ തന്നെ ക്ലാസ്സസ് തീർന്നുകൊണ്ട് കുറേ റിവിഷന് സമയം ഉണ്ടായിരുന്നു, കുറേ എക്സാംസ്. ഇപ്രാവശ്യം ഞാൻ കുറേ കൂടി സ്ട്രെസ് ഫ്രീ ആയിരുന്നു, നല്ല കൂളായിട്ടായിരുന്നു എന്നെ. ലാസ്റ്റിക്ക് കുറച്ച് ടെൻഷൻ നല്ല പീക്ക് എത്തിയപ്പോൾ ഞാൻ സാറെ പോയി കണ്ടു. ആ ക്യാബിനിൽ കയറിയപ്പോഴേക്ക് കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇറങ്ങിയപ്പോൾ നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ ഷാദിയ മിസ്സ്, സബിയ മിസ്സ്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവരുടെ അടുത്ത് പോകും. ഞാൻ വരുമ്പോൾ തന്നെ ഷാദിയ മിസ് ചോദിക്കും, ഇനിയിപ്പോൾ എന്താ? ലാസ്റ്റിക്കൊക്കെ ടെൻഷൻ കൂടിയേ. ഫസ്റ്റ് നല്ല കൂളായിരുന്നു, ലാസ്റ്റിക്ക് ടെൻഷൻ കൂടി അവസാനത്തെ എക്സാമിനൊക്കെ മാർക്ക് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ കൂളായി. ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട, എന്തായാലും വേറെ വരും. ഇത് നീറ്റല്ലല്ലോ കരുതിയിട്ട് നീറ്റ് പോയി എഴുതി. എന്തായാലും ഇപ്പോൾ നല്ലൊരു സ്കോർ കിട്ടി. യൂണിവേഴ്സലിനും ടീച്ചേഴ്സിനും എല്ലാ സ്റ്റാഫ്സിനും, പിന്നെ എൻ്റെ മെൻറ്റേഴ്സ്, വാർഡൻ, എൻ്റെ റൂംമേറ്റ്സ്, ഹോസ്റ്റൽ മേറ്റ്സ്, ഫ്രണ്ട്സ്, എല്ലാവർക്കും താങ്ക്സ്. പിന്നെ എൻ്റെ പാരൻസ്. ഞാൻ കോൾ ചെയ്യുമ്പോഴൊക്കെ ഫസ്റ്റൊക്കെ ഞാൻ നല്ല കോൺഫിഡൻറ്റിലാണ് പറഞ്ഞത്, എനിക്ക് കിട്ടും. അങ്ങനെ ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് ഞാൻ ഡൗൺ ആയപ്പോൾ പിന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തു. എൻ്റെ അച്ഛനും അമ്മയും ഈ നീറ്റിനെ കുറിച്ച് ഇപ്പോൾ എല്ലാതും പഠിച്ചിട്ടുണ്ടാവും. ഇതന്നെ ഫോണിൽ നോക്കുക പരിപാടി, ഇനി എന്താ ചെയ്യേണ്ടത്. എനിക്ക് കുറേ സ്ട്രാറ്റജീസ് എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എക്സാമിന് പോകുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി, ടെൻഷൻ അടിക്കേണ്ട. എൻ്റെ അനിയൻ, ഫാമിലി, എല്ലാവർക്കും താങ്ക് യു.